സ്വർഗരീതി നിയമവിരുദ്ധമോ നിയമമോ, ഇത്തരം ചർച്ചകൾ നമ്മുടെ സമൂഹത്തെ വല്ലാതെ ബാധിക്കുന്ന അവസരത്തിലും സ്വർഗരീതിയുടെ വ്യക്തിത്വം എന്താണ്? സ്വർഗരീതി അനുഭവിക്കുന്ന, സ്വർഗരീതി വ്യക്തിത്വമായി തീർന്ന 4 സുഹൃത്തുക്കൾ നമ്മോടൊപ്പമുണ്ട്. ഈ അനന്യം ചർച്ചയിലൂടെ അവരുടെ വ്യക്തിത്വങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു പുരുഷൻ്റെ ശരീരം ഉണ്ടെങ്കിൽ സ്ത്രീയുടെ മനസ്സ്, ഇങ്ങനെ ജീവിക്കാൻ എന്തെങ്കിലും സംഘർഷം ഉണ്ടാവാറുണ്ടോ? മനസ്സിന് ദുഃഖങ്ങളും പ്രയാസങ്ങളും തോന്നാറുണ്ടോ? പുരുഷന്റെ ശരീരമാണ്, സ്ത്രീയുടെ മനസ്സാണ്. അതെ, തോന്നാറുണ്ട്. നമ്മൾ ഇങ്ങനെ പുരുഷന്റെ ആ ഒരു ഇതായിപ്പോ എന്നുള്ള ആ ഒരു വിഷമമുണ്ട്. പുരുഷന്റെ ശരീരം ഇഷ്ടമല്ല. ഇല്ല, സ്ത്രീയുടെ ശരീരമാണ് ഇഷ്ടം. അതായത് എപ്പോഴും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ സ്ത്രീകൾ നടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ദേഷ്യമാണ്. പറഞ്ഞത് എനിക്ക് അങ്ങനെ പറ്റുന്നില്ലല്ലോ എന്നുള്ള, ഡ്രസ്സ് ചെയ്ത് നടക്കാൻ പറ്റുന്നില്ലല്ലോ, ആ ഒരു വിഷമമുണ്ട് എൻ്റെ മനസ്സിൽ. ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം എന്താണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം? നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കുക, ഒരു ഹസ്ബൻഡുമായിട്ട് ഒരു കുഞ്ഞിനെയൊക്കെ ദത്തെടുത്ത് അങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. പ്രസവിക്കാൻ താല്പര്യമില്ല, അതിന് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു കുഞ്ഞിനെ ദത്തെടുത്തിട്ട് ഹസ്ബൻഡുമായിട്ട് ജീവിക്കുക, അങ്ങനെ എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്. അതേ ഒരു ആഗ്രഹമുള്ളൂ. ഒരു സെക്സിന് വേണ്ടി മാത്രമാണോ സ്ത്രീ ജീവിതത്തിൽ മുഴുവൻ ചിന്തകളിലും അനുഭവങ്ങളിലും സ്വപ്നങ്ങളിലും ഒക്കെയും സ്ത്രീയാണോ? ഇല്ല, കുടുംബമായിട്ടുള്ളതായിട്ടും ഉണ്ട്. അതായത് ഹസ്ബൻഡും കുട്ടികളായിട്ടുള്ള ആ ഒരു ഇതുണ്ട് എനിക്ക്. അല്ല, ഒരു പെണ്ണുമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കാൻ താല്പര്യമില്ല? ഇല്ല, ഞാന് സ്ത്രീയല്ലേ. ഓക്കെ, നിന്റെ ഒരു സ്വപ്നം എന്താണ്? എൻ്റെ സ്വപ്നം എന്ന് വെച്ചാൽ ഞാൻ നല്ലൊരാണായിരുന്നെങ്കിൽ ഒരു ഭാര്യ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് കുടുംബിനായിട്ട് സുഖമായിട്ട് ജീവിച്ചാൽ. ഇപ്പം നിനക്ക് വേണ്ടത് ഒരു ഭാര്യയാണോ ഭർത്താവോ? ഇല്ല, അന്ന് ഞാൻ ആണായിരുന്നെങ്കിൽ പറയുന്നു. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ എനിക്ക് സാധാരണ ഒരു ആണിനെ വിവാഹം കഴിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഒറ്റ ആണ് മതി. ഒറ്റ ആണ് മതി. അപ്പോൾ അതിൽ കുഞ്ഞുങ്ങൾ ജനിക്കണമെന്നോ അയാളുടെ ബീജം സ്വീകരിച്ചുകൊണ്ട് ഗർഭിണിയാവണമെന്നൊക്കെയുള്ള സ്വപ്നം? അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ. അങ്ങനെ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ മുമ്പോട്ട് ജീവിക്കാം. നിന്റെ ഒരു സ്വപ്നം എന്താണ്? എനിക്ക് ഇപ്പം എന്തായിരുന്നാലും ഇതായിപ്പോയി. ഇപ്പം എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് നന്നായിക്കൂടെ എന്ന്. ഞാനൊക്കെ 6ൽ 7ൽ പഠിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു നീ നന്നായിക്കൂടെ എന്ന്. എനിക്ക് നന്നാവണമെന്നുണ്ട്. സമൂഹം അനുവദിക്കുന്നില്ല. എന്താണ് സമൂഹം ചെയ്യുന്നത്? ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇപ്പം ഞാൻ നന്നായി ഒരു മരുന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു, ഒരാണാക്കി. ഞാൻ ആണായി. ഞാൻ സാറിൻ്റെ അടുത്ത് പറയാം, അവിടെ ഉള്ളവരുടെ അടുത്ത് പറയാം, എല്ലായിടത്തും പറയാം ഞാൻ ആണായെന്ന്. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് ആ റോട്ടിൽ കൂടെ നടക്കാക്കൂല. എന്നെ മുമ്പ് കണ്ടതുപോലെ തന്നെ അവരെ കാണും, പോവാം എന്നേ പറയത്തുള്ളൂ. കൂടുതൽ നീ മറ്റുള്ള പുരുഷന്മാരെ ആക്രമിക്കാറാണോ അതോ ഈ പുരുഷന്മാർ നിന്നെ ആക്രമിക്കാറാണോ? ഏതാണ്? എന്നെ ആക്രമിക്കാറാണ് പതിവ്. മെനഞ്ഞാന്ന് ഉണ്ടായ ഒരു സംഭവമാണ്. എന്നെ ഒരുത്തൻ വിളിച്ചു വാടാന്ന്. അപ്പോൾ എനിക്കറിയാം അവൻ പക്ക ഫ്രോഡാണെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എന്നെ വിട്ടേക്കെന്ന്. എന്താ നീ വരാത്ത എന്നും പറഞ്ഞ് ഇങ്ങനെ തടയിക്കൊണ്ട് വരുവോ. എന്റെ ദേഹം മൊത്തം വിറയ്ക്കുക. എന്റെ ദേഹം മൊത്തം വിറയ്ക്കുക. ഞാൻ പതുക്കെ ആ റോഡ് ജംഗ്ഷൻ വന്നപ്പോൾ ഞാൻ ഒരു ട്രാഫിക് പോലീസിന്റെ അടുത്ത് പറഞ്ഞപ്പം ഇവ എടുത്തു അതിൽ പറയുക, സാർ ഇവ മറ്റേതാണെന്ന്. അപ്പം പോലീസ് പറഞ്ഞു ഇറങ്ങിപ്പോടാ. അപ്പോൾ ആ പോക്കറ്റടിക്കാരൻ എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു? ഒരു പോക്കറ്റ് അടിക്കാരന് കിട്ടുന്ന നീതി പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇപ്പം വന്ന ഈ നിയമം നിങ്ങൾ ഇല്ലാതാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിന്റെ ഇയാളുടെ സ്വപ്നം എന്താണ്? എനിക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കല്യാണമൊന്നും വേണ്ടെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒത്തിരി പേര് മുമ്പേ തീരുമാനിച്ചിരുന്ന കാര്യമാണ്. സന്യാസത്തിലേക്ക് പോകണം? ഇല്ല, ഞങ്ങളെല്ലാവരും പെണ്ണാകണമെന്ന് തന്നെ തീർച്ചപ്പെടുത്തി. ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നതിനേക്കാളും ഞങ്ങൾ ഇതെല്ലാം പെൻസെല്ലാം കട്ട് ചെയ്ത് ഞങ്ങൾ ഒറിജിനൽ സ്ത്രീയെപ്പാട് നടക്കണമെന്ന് കരുതി. അങ്ങനെ കരുതിയിരുന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ പ്രോജക്റ്റിൻ്റെ ട്രെയിനിങ്ങിനൊക്കെ പോയപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി പേരെ ഒക്കെ കാണുവാനും ആ കാര്യങ്ങൾ അത് ചെയ്തവർ തന്നെ ഞങ്ങളോട് പല അഭിപ്രായങ്ങളും പറഞ്ഞ്, അറിഞ്ഞോ അറിയാതെ ആരും അത് ചെയ്യരുത്, ചെയ്തവർ തന്നെ നമ്മളെ കൂട്ടത്തിലുണ്ട്, അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇനി കല്യാണം കഴിക്കുന്നില്ല, ഇത് എന്നെ തുടർന്ന് ഇപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പം പ്രേമിൻ്റെ അമ്മയുണ്ട്. ഇപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് താമസം. അപ്പം പ്രേമിന് ഇപ്പോൾ അമ്മയുണ്ട്. പ്രേമിൻ്റെ അമ്മയുടെ കാലം കഴിഞ്ഞാൽ ഞാനും അവനും. അപ്പോൾ എൻ്റെ അമ്മ മരിച്ച സമയത്ത് പ്രേമും എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അമ്മ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിണങ്ങരുത്, എന്ത് പ്രശ്നം വന്നിരുന്നാലും ലാസ്റ്റിൽ ഞാനും പ്രേമം മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഷാജി എനിക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വന്നാൽ പ്രേമം അതുപോലെ ദേഷ്യമുള്ളത്. അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും പ്രേമം ഒന്നും പറയില്ല, പ്രേമം ഒന്ന്. അപ്പോൾ എത്ര പിണക്കം വന്നിരുന്നാലും ഞങ്ങൾ ഇന്ന് ഒരു ദിവസം മിണ്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം അവൻ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ. നമ്മൾ ടിൻസിനെ പോലെ. വിചിത്രമെന്നോ വ്യത്യസ്തമെന്നോ നമുക്ക് തോന്നാം ഈ മുഖങ്ങളെയും ഈ ശബ്ദങ്ങളെയും.
ഒരുപക്ഷെ അവരുടെ ശബ്ദങ്ങൾക്ക് അപ്പുറമുള്ള ശരീരഭാഷ തന്നെ എത്രയോ വ്യത്യസ്തമെന്നൊക്കെ അനുഭവപ്പെടാം. ഇത്തരം ആത്മാക്കളും ഇത്തരം വ്യക്തിത്വങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ജീവിക്കുമ്പോൾ പുതിയ നിയമത്തിന് ഒരു വ്യാഖ്യാനം നൽകുന്ന സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോൾ ഈ മുഖങ്ങളെയും ഈ ശബ്ദത്തെയും ഈ ശരീരഭാഷയും സൃഷ്ടിച്ചതും ഈ സഹസൃഷ്ടികൾ നമ്മുടെ ഭാഗമായി തീർന്നതും അവരുടെ കുറ്റം കൊണ്ടല്ല എന്ന യാഥാർത്ഥ്യം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ചിന്തിക്കാം.